കട്ടൻ കാപ്പിയും ഓംലെറ്റും ഞാൻ പക്ക കോമ്പിനേഷൻ. ഞാനും അത് പറയാനിരിക്കുമായിരുന്നു. പണ്ടൊക്കെ എല്ലാരും പറഞ്ഞ പരിപ്പൂടെയും ചായ കോമ്പിനേഷൻ എന്നാ. ഇപ്പൊ ഓംപ്ലേറ്റും കടുങ്കാപ്പിയും ഡിക്കഡ് സാധനമാണ്. എന്റെ പൊന്ന് ചേട്ടാ ഒന്നും പറയണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് തമാശയ്ക്ക് തുടങ്ങിയതാ. പക്ഷെ ആൾക്കാരുടെ റെസ്പോൺസ് ഞാൻ പോലും വിചാരിക്കാത്ത ടൈപ്പായിരുന്നു. എന്റെ പൊന്നു പ്രത്യേകിച്ച് ഒരു മിനിറ്റ്. ഹലോ, ഞാൻ വിളിക്കാം. തിരക്കാം. ഇല്ല ഞാൻ തിരക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരിച്ചു വിളിച്ചോളാന്നേ. ഇല്ല, ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. കൂട്ടുകാര് ഫ്രണ്ട്സ് ഉണ്ട്. ശരി എന്നാ ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ. ശരി എന്നാ. ഓക്കെ ശരി. അപ്പൊ എന്തുവരും നമ്മൾ പറഞ്ഞേ? നമ്മുടെ വീഡിയോ റിലീസേ കഴിഞ്ഞ ശനിയാഴ്ചയിലായിരുന്നു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പള്ളിയിലേക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക്. ആൾക്കാരുടെ ചോദ്യം കേൾക്കണേ, നീ അങ്ങോട്ട് സിനിമാ നടനായി പോലെ അടിപൊളിയായിട്ട് വന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട്. നല്ല ഒറിജിനാലിറ്റിയാ, നല്ല കാര്യല്ലേ ചേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് തമാശക്ക് തുടങ്ങിയതാ ഈ പരിപാടി. പക്ഷെങ്കിലേ കാര്യങ്ങളുടെ ഡീറ്റെയിൽ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ വെച്ചിട്ടേ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്താലെന്ന് വിചാരിക്കുമായിരുന്നു. എടാ, ഡാലസിലെ ഒത്തിരി അഭിനയിക്കാൻ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യിക്കിട്ടെ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നേ, അല്ലേ? എന്നിട്ട് അവനെ കൂടെ ചുമ്മാ വിളിക്കാനേ. അതിന് പറഞ്ഞൊക്കെ കറക്റ്റാ. നമുക്ക് ആൾക്കാരെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അവൈലബിലിറ്റി അല്ലേ. എല്ലാവരുടെയും പ്രശ്നം സമയമാണല്ലോ. ടാലന്റ് ഉള്ളവരും ഐഡിയാസ് ഉള്ളവരും ഒരുപാട് പേരുണ്ട്. നമുക്ക് താല്പര്യം. ഒരു മിനിറ്റ് ചേട്ടാ. ടാലന്റ് ഉള്ളവരും താല്പര്യമുള്ളവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് വരണം. താല്പര്യത്തോടു കൂടി വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ചുമ്മാ നമ്മളൊക്കെ വിചാരിച്ച് നമ്മളെക്കാളും ടാലന്റുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം എന്റെ പൊന്നമ്മയെ ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞില്ലേ വിളിക്കാന്ന്. എത്ര പ്രാവശ്യം പറയണം അമ്മ, ഇവിടെ നല്ല ബിസിയാ. അമ്മ പറയുന്ന കേക്ക്, മനസ്സിലാക്കിയതൊന്ന്. എപ്പോഴും പറയാൻ പറ്റത്തില്ല, എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ബിസിയാ. അപ്പൊ നാട്ടിൽ കിടക്കുന്ന അമ്മയ്ക്കറിയും ഇവിടെ ഞങ്ങൾ ഏത് സമയത്ത് സംസാരിക്കുന്നു, ഏത് സമയത്ത് ഉറങ്ങുന്നു, ഏത് സമയത്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ. ഒന്ന് വെറുതെ ഇരിക്കുക. ഞാൻ വിളിച്ചോളാം. ശരി, കട്ടി. എടാ, അമ്മയാണ് വിളിച്ചത്. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പ്രായത്തിന് പക്വതയായിട്ട് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാ തിരക്കുകളുടെയിലും നിനക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കോളി പക്ഷെ അമ്മയുടേതായിരിക്കും. പക്ഷെ അമ്മ അത് മനസ്സിലാക്കും എന്ന് വിചാരിച്ചായിരിക്കും ചെയ്യുന്നത് പോലും. നീ കട്ട് ചെയ്ത നിമിഷം ഉണ്ടല്ലോ, അത് ഒരിക്കലും കിട്ടാത്തൊരു സമയം വരും. പിന്നെ എത്ര ആഗ്രഹിച്ചു പറഞ്ഞാലും കിട്ടാത്ത ഒരു സമയം. അപ്പം നമുക്കുണ്ടത് ശൂന്യത ഉണ്ടല്ലോ, അത് അനുഭവിച്ച ആളെ ഞാൻ. നിനക്കറിയോ, എല്ലാ ദിവസവും ഞാൻ രാവിലെ മൊബൈൽ ചെക്ക് ചെയ്യും. ആ കോള് മാത്രമില്ല, ബാക്കി എല്ലാ തിരക്കും ഉണ്ട്. കുറച്ച് സമയം നീ അമ്മയ്ക്കും കൊടുക്കുക, അമ്മയെ സന്തോഷിപ്പിക്കുക, അമ്മയെ തിരിച്ചു വിളിക്കുക പ്ലീസ്. ഹലോ അമ്മേ, ഹാപ്പി മദേഴ്സ് ഡേ.